Hello friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത് ഈ ഒരു LED ലൈറ്റ് ഈ ഒരു NodeMCU ESP8266 എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ കണ്ട ലൈറ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മെയിൻ LED സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ WS2811 എന്ന് പറഞ്ഞ LED ആണ്. അപ്പോൾ ഈ സെയിം LED സ്ട്രിപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ഏകദേശം 475 ഞാൻ മേടിക്കുമ്പോൾ ഇതിനൊരു 300 ഉള്ളായിരുന്നു. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കൊരു കുറച്ച് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു LED സ്ട്രിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോർഡ് NodeMCU ESP8266 എന്ന് പറഞ്ഞൊരു ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 400 രൂപ അല്ലെങ്കിൽ ഒരു 375 രൂപ ചിലവിൽ വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് സ്ട്രൈക്ക് ആവുന്നത് യൂട്യൂബിൽ ഈ ഒരു ചാനലിലൂടെയായിരുന്നു, DRS എന്ന് പറഞ്ഞിട്ട് ബിഗിനേഴ്സ് ഗൈഡ് ടു ക്രിസ്മസ് ലൈറ്റ്സ്. അപ്പോൾ ഇതിൽ ഇവർ ഒരു ഫുൾ സെക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഈ ഇൻ്റർഫേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളർ സെലക്ഷനും എഫക്ട്സ് ആണെങ്കിൽ ഇഷ്ടംപോലെ രീതിയിലുള്ള എഫക്ട്സും ഉണ്ട്. പക്ഷെ നമ്മൾ നോർമലി നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ Arduino IDEയിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കോഡിംഗ് ഒക്കെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ കണ്ടിട്ട് പലതും ചെയ്യും. ചിലതൊക്കെ വർക്കാവും, ചിലതൊന്നും വർക്കാവില്ല. വർക്കാവാത്തത് വരുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ അത് മാറ്റി വെച്ചിട്ട് വേറെ ഇതിലേക്ക് ചെയ്യും. ഞാനും അതുപോലെ തന്നെ ഇതിന് മുന്നേ കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഒരു വർക്ക് ചെയ്യുന്ന നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടെന്ന് തോന്നുന്ന ഒരു LED സ്ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നതും അത് ചെയ്ത് നോക്കുന്നതും അത് സക്സസ്ഫുൾ ആവുന്നതും. അപ്പോൾ ഇത് ഫസ്റ്റ് എൻ്റെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഞാനിടാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഈ WLED അല്ല ESP ഹോം ഫ്ലാഷർ എന്ന് പറയുന്ന ഈ 2 ലിങ്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ 2 ലിങ്കും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. ഞാനിടുന്ന ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആണെങ്കിലും എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ 2 ലിങ്കും എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ 2 ലിങ്കും ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് WLED എന്ന് പറഞ്ഞ ലിങ്കാണ് ഓപ്പൺ ചെയ്തത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ്. ഇതിൻ്റെ ഒരു ഫിംവെയർ ആണിത്. നമ്മുടെ ഈ ബോർഡിൽ ഫ്ലാഷ് ചെയ്യാനുള്ള ഫിംവെയർ ആണിത്. ഇത് ഏകദേശം 20 ദിവസം മുമ്പ് മാത്രം റിലീസ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിംവെയർ ആണ്. ഇത് അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയലുകളെന്ന് പറയുന്നത് ഈ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. ഈ WLED 0.10.2 ESP8266.bin ഈ ഒരു ഫയലാണ് നമുക്ക് ആവശ്യം. ഏകദേശം 578 KB മാത്രമേ ഈ ഫയൽ വരുന്നുള്ളൂ. ബാക്കി ഈ ഫയലുകൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ബോക്സ് വരും. സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡ് ആയിക്കോളും. ഏകദേശം 578 KB ഉള്ളൂ. എനിക്കിവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതുപോലെ അടുത്ത സെക്കൻഡ് ESP ഹോം ഫ്ലാഷർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലാഷ് ചെയ്യാനുള്ള ആ സോഫ്റ്റ്വെയർ, അതായത് ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മളിത് ഫ്ലാഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി Arduino IDE പോലെയുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ ഫ്ലാഷ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പ്രത്യേകിച്ച് കോഡിങ്ങോ ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുമ്പോൾ വരുന്ന എററുകളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ഫ്ലാഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ മാക്ക്, ഉബുണ്ടു, അതുപോലെ വിൻഡോസിന് തന്നെ 32 ബിറ്റും 64 ബിറ്റും ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് നോക്കി 32 ആണെങ്കിൽ ഈ X86 ഡൗൺലോഡ് ചെയ്യുക, 64 ആണെങ്കിൽ X64 ഡൗൺലോഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ബോക്സ് വരും. അപ്പോൾ ഓൾറെഡി ഞാനത് ഡൗൺലോഡ് ചെയ്തിരുന്നു, ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇത് ഡൗൺലോഡ് ചെയ്ത ഫയൽസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഫയൽസാണ്. WLED ഒരു .bin ഫയലും പിന്നെ അതിൻ്റെ .exe ഫയലും. ഇനി അതിനു മുന്നേ നമുക്ക് നമ്മുടെ NodeMCU സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊരു USB കേബിൾ ഉപയോഗിച്ച് അതിൻ്റെ NodeMCUയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് NodeMCU എന്ന് പറയുന്ന ബോർഡ്. ഇതിൽ ഇൻബിൽട്ടായിട്ട് ഇതിൽ വൈഫൈ ഉണ്ട്. അതാണ് ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് മറ്റു പല Arduino ബോർഡുകൾക്കും വൈഫൈ മൊഡ്യൂളായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് USB വഴി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ESP ഹോം ഫ്ലാഷർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ച് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ അതിന് മുന്നേ ഈ NodeMCU നമ്മുടെ സിസ്റ്റത്തിൽ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയണം. കാരണം അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ നമുക്കതിന് ഡ്രൈവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ വിൻഡോ ബട്ടണിലൊന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡിവൈസ് മാനേജർ എടുക്കുക. ഡിവൈസ് മാനേജറിൽ ഈ പോർട്ടിലായിരിക്കും ഇത് കണക്റ്റ് ആവുക. USB സീരിയൽ CS340 എന്ന് പറയുന്നിട്ട് ഒരു നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലായിരിക്കും ഇത് കണക്റ്റ് ആവുക. കോം പോർട്ട് 16 എൻ്റെ ഇത് കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ഇതിൽ വ്യത്യാസം വരാം. അത് ചിലപ്പോൾ 7ലോ 6ലോ 5ലോ ഒക്കെ ആയിരിക്കും. എൻ്റെ 16 കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ പോർട്സിൻ്റെ അണ്ടറിൽ ഇത് കണക്റ്റ് ആയോ നോക്കണം. ഇല്ലെങ്കിൽ ഒരു കോഷൻ സൈൻ കാണിച്ചാൽ അതിവിടെ അങ്ങനെ വരും. അപ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് അപ്ഡേറ്റ് ഡ്രൈവർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിൻഡോസ് അത് ഇൻസ്റ്റാൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യണം. നമ്മുടെ സീരിയൽ പോർട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. സീരിയൽ പോർട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യുക. കോം 16 കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫിംവെയർ നമുക്ക് ബ്രൗസ് ചെയ്യണം. ബ്രൗസ് എടുക്കുക. ചിലപ്പോൾ ഈ ഫോൾഡറിലായിരിക്കില്ല ഇത് കിടക്കുക. നമ്മൾ ആ ഫോൾഡറിലേക്ക് അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ WLED ESP8266.bin എന്ന് പറഞ്ഞൊരു ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഫ്ലാഷ് ESP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് കണക്ട് ചെയ്തത്, അതിൻ്റെ ചിപ്പ് ടൈപ്പ് എല്ലാം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് ആവുന്നൊന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലാഷിങ് കഴിഞ്ഞു. ഇനി അടുത്തതിൻ്റെ വയറിംഗ് സെക്ഷനാണ്. നമുക്കിതിൻ്റെ വയറിംഗ് സെക്ഷനിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്ഥലത്താണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് Arduino ബോർഡിലേക്ക് നോർമലായിട്ട് കണക്ട് ചെയ്യുന്നൊരു കണക്ടറാണ്. മെയിൽ ടു ഫീമെയിൽ കണക്ടറാണിത്. കാരണം നമ്മുടെ ഇതിൽ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാനുള്ള കേബിളാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് നെഗറ്റീവും റെഡ് പോസിറ്റീവുമാണ്. പിന്നെ ഗ്രീൻ ഡാറ്റ പിന്ന്. ഇവിടെ ആ ഒരു രീതിയിൽ തന്നെ അവിടെ കണക്ട് ചെയ്യുവാണ്. ഇവിടെ ഈ റെഡിലേക്ക് ഞാൻ ഈ യെല്ലോ കണക്ട് ചെയ്യുന്നത്, അതായത് പോസിറ്റീവായിട്ട് യെല്ലോ ആണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ഡാറ്റയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊരു കേബിള് അതിൻ്റെ ഗ്രൗണ്ടിന് വേണ്ടി, അതായത് നെഗറ്റീവിന് വേണ്ടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഈ ബോർഡിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് USB കണക്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ പകരം നമ്മളിവിടെ ഇവിടെ VIN എന്ന് പറഞ്ഞിട്ടും ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടും പിന്നുണ്ട്. നമ്മൾ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ VIN-ലേക്ക് പോസിറ്റീവ് കൊടുക്കുക. അതിനടുത്തുള്ള പിന്നിൽ അതിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഡാറ്റ പിന്നാണ്. യെല്ലോ ആയിരുന്നു പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ പിന്നാണ്. ഡാറ്റ പിൻ ഇതിലുള്ള D4 എന്ന് പറയുന്ന അതിൽ കണക്ട് ചെയ്യണം. പിന്നെ അത് മാറിപ്പോവാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക. പ്രത്യേകിച്ച് പ്ലസ് മൈനസും തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡയോഡ് വെച്ചിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാലും മാക്സിമം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക.